ചേട്ടാ സിദ്ധു അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പാവമല്ലേ, നിന്ന് ഉരുകുമായിരിക്കും. ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? ലച്ചുന്റെ ചിരിയാണ് എന്ത് ഭംഗിയാ. ആണല്ലേ, എന്റെ അടുത്ത് കുറെ പേര് പറയാറുണ്ട്. താങ്ക് യു. ലച്ചുന്റെ ചിരി കാണുമ്പോ ഞാൻ എന്റെ പഴയ എക്സിനെ ഓർക്കുന്നു. അല്ല, ലച്ചുന്റെ ചിരി കാണുമ്പോഴേ എനിക്ക് എന്റെ പഴയ കാമുകിയെ ഓർമ്മ വരുന്നു. അതത്ര നല്ലതല്ല. എനിക്കെന്തോ ലച്ചുനോട് ഭയങ്കര 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 ഒരു സ്നേഹം. ആ സ്നേഹം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഓ, ഇതാ കേശു എഴുതി തന്ന ഡയലോഗായിരിക്കും അല്ലേ? അല്ല, ഇതെന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയെടുത്ത ഡയലോഗുകളാണ്. ഹൃദയത്തിൽ നിന്ന് എഴുതിയെടുത്ത ഡയലോഗ്? അടർത്തിയെടുത്ത ഡയലോഗ്. ചേട്ടൻ എന്തിനായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടർത്തിയെടുക്കാൻ നോക്കണത്? അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്തിനാ അവരെയൊക്കെ വെറുതെ വിളിക്കുന്നേ? നമ്മൾ മാത്രം നിന്നാ പോരെ? അതിന്റെ ആവശ്യമില്ല, അവരും കൂടെ വന്നോട്ടെ. സ്നേഹം എന്ന് പറയുന്ന ഒരു ഉദാത്തമായ ഒരു വികാരമാണല്ലോ. ചേട്ടൻ സ്നേഹിക്കാൻ വേറെ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. സിദ്ധു, ഒരു മിനിറ്റ്, ഒരു രഹസ്യം പറഞ്ഞിട്ട് വരാം. ഇവിടെ വാ. ഇവിടെ തന്നെ നിക്കണേ. നീ ഇയാളെ എവിടെ നിന്നാടാ പിടിച്ചോണ്ട് വന്നത്? നാടക കമ്പനിന്നാ അതോ പിന്നെ ആശുപത്രിന്നാ? നാടക കമ്പനി. എന്ത് പ്രശ്നം? എന്ത് ഇയാൾ എന്തൊക്കെയോ എന്റെ അടുത്ത് പറയുന്നു? ഡയലോഗ് ആയിരിക്കും. ഡയലോഗ് ഒന്നും അല്ല. എന്റെ ചിരി കണ്ടിട്ട് അയാൾക്ക് അയാളുടെ എക്സിന് ഓർമ്മ വരുന്നെന്ന്. സുഖല്ലേ? എങ്ങാനും പിടിച്ചിടിക്കോ? ഞാൻ ഡീൽ ചെയ്യാം. അപ്പൊ എന്തായാലും പഴയ ബാല്യകാല സുഹൃത്തിനെ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ തിരിച്ചു വീട്ടിൽ പോവാലോ? അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ട് സന്തോഷം. ഇനി ഒരിക്കലും കാണാൻ ഇടവരത്തില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. എനിക്കിനി കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടിക്കരുത്, ചത്തു. പ്രണയം എപ്പോ വേണേലും സംഭവിക്കാം. അതെ, പ്രണയം എപ്പോഴെങ്കിലും സംഭവിക്കാം. അങ്ങനെ പണ്ടൊരു തവണ പ്രണയം സംഭവിച്ചോണ്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം ഒരു തുടക്കം മാത്രം. അതെ, ഇവിടെ എന്തോ സംഭവിക്കണേ എനിക്കറിയണം. എന്റെ പൊന്നളിയ, ഞങ്ങൾ ഈ അളിയനെ, ഈ മാമനെ പുറത്തു ഇറക്കിയതാ. അളിയൻ നേരത്തെ പറഞ്ഞാൽ അളിയനെ പറ്റിക്കാൻ വേണ്ടി, അളിയന് പൊസസീവ്നെസ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1000 രൂപ എടുത്ത് ഏഞ്ചൽ നാടക കമ്പനി ഇറക്കിയത്. 1000 രൂപ ഒന്നല്ല ചേച്ചിയാ. അത് ഞാൻ അപ്പഴേ പറഞ്ഞു ഇവന്റെ അടുത്ത് വേണ്ട, നിനക്ക് വിഷമാവൂന്ന്. ഞാനിപ്പോ കഥാപാത്രത്തിന് റിയാലിറ്റിക്ക് ഇടയ്ക്കാണ്. ഞാൻ പഴയ പൊടിമീശക്കാരനായി. അളിയാ, ഇത് പിരിപോയ കേസാടാ, പറഞ്ഞു വിടറാ. ചേട്ടാ, ഞാനേ എന്റെ ജീവിതം ദേ ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഒപ്പം ജീവിച്ച് തീർത്തോളാം. എന്റെ ജീവിതത്തിന്റെ പായക്കപ്പലേ വേറൊരാള് തുഴയുന്നത് അത് ഞാൻ സമ്മതിക്കില്ല. എനിക്കത് മനസ്സിലാവും. പ്രേമം പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലോ. അതെ, ലച്ചുന്റെ ഹൃദയത്തിലുണ്ടാവും. അളിയോ, നീ ഏത് നാടക കമ്പനി നാടകയാളെ കൊണ്ടുവന്നേ? ഏഞ്ചൽ നാടക കമ്പനി. എന്താണേലും കൊണ്ടുവന്നു. എന്നാ പിന്നെ നല്ലൊരു തരം കൊണ്ടുവന്നൂടായിരുന്നു നിനക്ക്. ആരുടെ ഐഡിയ എന്നാ പറഞ്ഞേ? ആരുടെ? 1000 rupees. അത് ഞാൻ നിന്റെ പേഴ്സിന്ന് എടുത്തു കൊടുത്തേ. ഓ, അപ്പൊ അളിയന്റെ ഗയ. Funny people.